ഇന്ന് ഞാനിവിടെ ചിക്കൻ പോപ്കോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങ. ഈ ചിക്കനിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ എടുത്തു വച്ചിരിക്കുന്ന ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ബ്ലാക്ക് പെപ്പർ പൗഡറും ചില്ലി പൗഡറും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മസാല പിടിക്കാനായിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും ഓൾ പർപ്പസ് ഫ്ലോറും ഗാർലിക് പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയുടെ വെള്ള, 3 ടേബിൾ സ്പൂൺ പാല്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം 1/4 കപ്പ് ബ്രെഡ് ക്രംസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു ബൗൾ എടുത്തിട്ട് മുട്ടയുടെ വെള്ള ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്കിട്ട് ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചിക്കനെ ഈ മാവിലിട്ട് കോട്ട് ചെയ്തെടുക്കും. ഈ കോട്ട് ചെയ്ത ചിക്കനെ ഈ മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ഈ മാവിലിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്യും. വീണ്ടും ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിക്കനെ നമുക്ക് ഈ മാവിലേക്കിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനെ ഒരു അരിപ്പിലേക്ക് ഇട്ടിട്ട് കുടഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് കുടഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികമുള്ള മാവെല്ലാം താഴത്തേക്ക് പൊക്കോളും. ഇനി ഈ ചിക്കനെ ഈ മുട്ടയിൽ മുക്കിയെടുക്കാം. വീണ്ടും ഈ ചിക്കൻ ഓരോ പീസ് എടുത്ത് ഈ മാവിലേക്ക് ഇടാം. ഇതിൽ നല്ലതുപോലെ ഒന്നും കൂടി ഇത് കോട്ട് ചെയ്തെടുക്കാം. വീണ്ടും ഈ ചിക്കനെ ഈ മുട്ടയുടെ കോട്ടിങ്ങിൽ ഇട്ടിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് റോൾ ചെയ്തെടുക്കാം.
ഇങ്ങനെ ഓരോ ചിക്കൻ പീസും വീണ്ടും ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുക്കണം. ചിക്കൻ എല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്ക് ഓരോ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിതിൽ നിന്ന് മാറ്റാം. ചിക്കൻ പോപ്കോൺ ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.